ഗുഡ് മോർണിംഗ്. ട്രാവൽ മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഒരു ട്രിപ്പ് പോവാണ്. എങ്ങോട്ടാണെന്നല്ലേ, അഞ്ചുമലപ്പാറയിലേക്ക് നമ്മളിന്നൊരു ട്രിപ്പ് പോവാണ്. അപ്പോൾ രാവിലെ കൊട്ടാക്കരയിൽ നിന്ന് ഞാനൊരു 4:30-5 മണിയൊക്കെ ആയപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത്. ഒരു രക്ഷയില്ല, നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. അപ്പോൾ നമ്മളിത് അടൂർ റൂട്ടിൽ കയറിയിരിക്കുകയാണ്. കൊട്ടാരക്കരയിൽ നിന്ന് ലെഫ്റ്റ് കയറി അടൂർ റൂട്ടിൽ നമ്മളിത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഒരു 3-4 കിലോമീറ്റർ കഴിഞ്ഞ് മൈലത്ത് നിന്ന് പട്ടാഴി പോകുന്ന റൂട്ട്, അതായത് മൈലം ടൗണിൽ നിന്ന് റൈറ്റ് കയറി പട്ടാഴി പോകുന്ന റൂട്ടിലാണ് നമുക്ക് പോകേണ്ടത്. ഒരു 15 കിലോമീറ്ററേ ഉള്ളൂ. ഇപ്പം അടൂരിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ 12 കിലോമീറ്ററേ ഉള്ളൂ. നേരെ പത്തനാപുരം റൂട്ട് വഴി വരുവാണെങ്കിൽ 12 കിലോമീറ്ററേ ഉള്ളൂ. കുന്നിട എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, കുന്നിട എന്ന സ്ഥലത്താണ് ഈ അഞ്ചുമലപ്പാറ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതായത് ഈ റോഡ് കണ്ടില്ലേ നിങ്ങൾ, എൻ്റെ ഒരു ഫേവറേറ്റ് റോഡാണ്. കൊട്ടാരക്കരയിൽ നിന്ന് മൈലത്തോട്ട് പോകുമ്പം മൈലം ടൗൺ എത്തുന്നതിന് മുന്നേ ഉള്ളൊരു റോഡാണിത്. നമ്മുടെ MGM സ്കൂളിൻ്റെയൊക്കെ അടുത്തുള്ളൊരു റോഡാണ്. ഒരു രക്ഷയില്ല, ഒരു ഓപ്പൺ റോഡാണ്. നൈസായിട്ട് ഇങ്ങനെ ഒഴുകി വരാൻ പറ്റുന്ന റോഡാണ്. അപ്പോൾ നമ്മളിത് ട്രെക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അഞ്ചുമലപ്പാറ കയറിക്കൊണ്ടിരിക്കുകയാണ്. താഴേന്ന് നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം ഒരു രൂപം. നല്ല പാടാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കാം, കയറി നോക്കാം. ഫുള്ള് ഓഫ് റോഡാണ്. നല്ല ട്രെക്കിംഗ് ആണ്, ഒരു രക്ഷയില്ല. മല വലിഞ്ഞു പിടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബറും തോട്ടത്തിൻ്റെ ഒക്കെ നടുക്കൂടെ വലിഞ്ഞു പിടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ അണയ്ക്കുന്നുണ്ട്. നമ്മുടെ കൂടെ വന്നവരൊക്കെ മേളിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അമ്മമാർ ആദ്യമേ വന്ന് കയറി. ഞാൻ അമ്മമാരെ നോക്കി താഴെ നിൽക്കുമായിരുന്നു. അച്ഛന്മാരെ അങ്ങനെ അഞ്ചുമലപ്പാറ കയറിക്കൊണ്ടിരിക്കുന്നു. ഒരു രക്ഷയല്ല, നല്ല കുത്തനെയുള്ള കയറ്റമാണ്. ഡെസ്റ്റിനേഷൻ എത്താറാവുന്നു. കയറിക്കോ. പട്ടി രാവിലെ മല കയറുന്നുണ്ട്. രക്ഷയില്ല, ഇത് വലിഞ്ഞു പിടിച്ച് കയറണം.
അച്ഛന്മാരെ അഞ്ചുമല പാറയിലാണുള്ളത്. അഞ്ചുമല പാറയിലെ വിശേഷങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത വൈബാണ്. രാവിലെ 4-4:30 ആയപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ കയറി. നല്ല കോടയൊക്കെ ആയിരുന്നു. കോടയിൽ നല്ല സൂര്യോദയമൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ ഞങ്ങളിതാ ഇവിടുന്ന് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ സൂര്യ ഉദിച്ച് വന്നു. അപ്പോൾ ഇവിടെ വരാനുള്ള വഴിയെന്ന് വെച്ചാൽ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ 15 കിലോമീറ്ററേ ഉള്ളൂ. അതായത് മൈലത്തുനിന്ന് റൈറ്റ് കയറിയിട്ട് നേരെ ഇങ്ങ് വന്നാൽ മതി, 15 കിലോമീറ്റർ. പിന്നെ അടൂരിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ 12 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ വേറെന്താ, ഇതിലും നല്ല ട്രാവൽ വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട്. കൊടൈക്കനാൽ ട്രിപ്പൊക്കെ പുറകെ വരുന്നുണ്ട്. ഇവിടെ മച്ചാന്മാരെല്ലാം പുറകിലുണ്ട്. എല്ലാം സെറ്റാണ്. ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുവാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പം ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല ട്രാവൽ വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട്. കൊടൈക്കനാൽ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, പുറകെ വരുന്നുണ്ട്. പിന്നെ അടുത്ത വീഡിയോസിൽ കാണാം.